ഇതെന്താ കലണ്ടറാ? സാറിന്റെ അടുത്ത് മറക്കാതെ കൊടുക്കണം. അല്ല, ഒരെണ്ണം എനിക്കും തരൂ, നക്ഷത്രവും രാഹുകാലൊക്കെ ഉള്ളത്. എന്താ കലണ്ടർ? എന്റെ ബർത്ത്ഡേ എന്നാണെന്ന് ഇവളെങ്ങനെ അറിഞ്ഞു? കലണ്ടറാന്ന് പറഞ്ഞിട്ട് ഇത് കൊള്ളാം. ഇതെന്തിനാണ് വാങ്ങിയത്? അത് കലണ്ടറാന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാ വാങ്ങിക്കരുതെന്ന്? ആരെങ്കിലും അല്ല, മായക്കുഞ്ഞ്. മായക്കുഞ്ഞ് അവൾ ആരാണ്? എനിക്ക് ഇനി അവര് തന്നു ഇവര് തന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങാനുണ്ടല്ലോ, ആ നിമിഷം തന്നെ ഞാൻ പറഞ്ഞോളൂ. എന്താ കുഞ്ഞി? ഒന്നുമില്ല. സാറ് കാണിച്ചത് തെറ്റ് തന്നെ. അങ്ങനെ ചെയ്യാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും റീസൺ സാറിനുണ്ടായിരിക്കും. ഒരുപക്ഷേ. ഡോണ്ട് ടോക്ക് ചീപ്പ്. എന്നെ സമാധാനിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഹീസ് എ ഡ്രങ്കർഡ്, മുഴുക്കുടിയൻ. കുടിയന്റെ മനസ്സിൽ വിദ്വേഷമല്ലാതെ വേറൊരു വികാരം ഉണ്ടാവില്ല. എല്ലാവരോടും എല്ലാത്തിനോടും പക, തീരാത്ത പക. ഇറ്റ്സ് എ ബ്ലഡി കോംപ്ലക്സ്. വെറുപ്പിന്റെ കണ്ണുകളിൽ കൂടി നീ നോക്കുന്നതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മുടെ മുൻവിധി പലപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമില്ല. നിനക്ക് വൈശാഖൻ സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തിനറിയണം? സാറിന്റെ പഴയ കഥകളെ കുറിച്ച് വല്ലതും അറിയാമോ? എനിക്കറിയണ്ട. നീ അറിയണം. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും നീ കാണിക്കുമോ? വിലാസിനി ചേച്ചി എന്നോട് ഇന്നലെ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. കേട്ടാൽ യു വിൽ ഓൾസോ ഫീൽ ഫോർ ഹിം. വാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നീ കരയാണോ? നീ പറഞ്ഞ സത്യമാണോ? വിലാസിനി ചേച്ചിക്ക് എന്നോട് നുണ പറയേണ്ട യാതൊരു കാര്യമില്ല. എന്റെ സാറായതുകൊണ്ട് പറയല്ല. സാറിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്തു ആയിക്കൊള്ളട്ടെ. പരുക്കനായ ആ മനുഷ്യന്റെ ഉള്ളിൽ സ്നേഹത്തിനു വേണ്ടി വെമ്പുന്ന ഒരു ഹൃദയമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, സാറിനെ അറിയാവുന്ന ഏത് കുട്ടിക്കും അതറിയാം. ലതികേ, കടലാസിലുള്ള ചിത്രമല്ലേ കീറിക്കളയൂ. എന്റെ മനസ്സിലുള്ള ചിത്രമോ ഞാൻ ഇനിയും വരയ്ക്കും. സാറേ, ഇന്ന് ചപ്പാത്തി ഉണ്ടാകട്ടെ? സാറേ, വല്ലാതെ പഠിക്കുന്നുണ്ടല്ലോ. സാറേ, സാറേ, എന്റെ ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? പോയി വേണു സാറിനെ വിളിച്ചോണ്ട് വന്നാലോ? ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. രാത്രി വീണ്ടും വിളിക്കേണ്ടി വന്നാൽ ഡോണ്ട് വറി, ഹി വിൽ ബി ഓൾ റൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. വേണു സാർ, എന്താ മോളെ? ഒന്നുമില്ല. എന്തോ ശബ്ദം കേട്ടല്ലോ. ശബ്ദമോ? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഓ, കാർ സ്റ്റാർട്ട് ചെയ്തായിരിക്കും. നീ പോയിരുന്നു പഠിക്കേ.
വേണു സാർ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നാളെ മുതൽ കോളേജിൽ പോവാം. ഞാൻ വരട്ടെ. സാർ സാർ ദയവായി മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് കയറിക്കളയരുത്. സസ്നേഹം, മായ. അസുഖം മാറിയെന്നറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. സാറിന്റെ പേരിൽ അമ്പലത്തിൽ പുഷ്പാഞ്ജലി വഴിപാടും ഞാൻ നടത്തി. നക്ഷത്രം എന്താണെന്നറിയില്ലായിരുന്നു. തെറ്റ് എന്റെ ഭാഗത്താണെങ്കിൽ ക്ഷമിക്കണം. എത്രയോ ദിവസം കഴിഞ്ഞു. ചിത്രം വലിച്ചു കീറിയതുകൊണ്ട് സാരമില്ല, ഞാൻ വീണ്ടും വരയ്ക്കും. കാരണം എനിക്ക് എന്റെ മനസ്സ് അതിലൂടെ കാണിക്കാനാവും. ദാറ്റ്സ് മൈ മീഡിയം. ഒന്ന് മനസ്സിലാക്കൂ, മായ സുതയല്ല. മായയ്ക്ക് സുതയാവാൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഒരപേക്ഷ കൂടി, ദയവായി കുടിക്കരുത്. കത്ത് കീറിക്കളഞ്ഞില്ലെങ്കിൽ ദേ ഇത് തരാൻ പറഞ്ഞു. ഇതാര് വിശ്വാമിത്രനോ? Today we will discuss some portions of Shakespeare's famous sorry സാറിനെന്ത് പറ്റി സാറേ? സാറേ, എന്റെ ദൈവമേ, എന്റെ സാറിനെന്ത് പറ്റി? സാറേ, 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 സാറേ. അപ്പോഴേ കേസ് എന്ത് ചെയ്യാനാ? ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് വേണം. ഗ്രൂപ്പ് ബി ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് ഡോക്ടർ. ഒരാളുടെ മാത്രം മതിയാവില്ല. സിസ്റ്റർ, ഇവരുടെയും കൂടെ ടെസ്റ്റ് ചെയ്യൂ. ശരി. യു കം വിത്ത് മീ. ആ റൂമിലുണ്ട്. സാർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ബ്ലഡ് ഇനിയും വേണം. ഗ്രൂപ്പ് ബി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടിനെ ബ്ലഡ് ബാങ്കിലേക്ക് അയച്ചിരിക്കാൻ. പേഷ്യന്റ് നിങ്ങളുടെ ആരാ? ആരെന്നാ പറഞ്ഞത്?
എന്റെ എല്ലാമാണ്. മായയുടെ എക്സാം ഇന്ന് തുടങ്ങിയല്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്നാലോ? സർ, ഡോക്ടർ എന്ത് പറഞ്ഞു? ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എക്സാമിന് സമയമായില്ലേ, മായ പൊയ്ക്കോളൂ. പാവം കുട്ടി. മിനിസ്ട്രി ഏതായാലും എനിക്കൊരു പ്രശ്നമല്ല. അപ്പുറത്തും ഇപ്പുറത്തും എന്റെ ആൾക്കാരുണ്ട്. അതെനിക്കറിയാമല്ലോ. ആ, എക്സാം ഉണ്ടായിരുന്നു മോളെ? മിസ് മേനോൻ, പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ധൃതിയായി. എന്താ മോളെ? ഞങ്ങളടി. മിസ്റ്റർ മേനോനോട് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു ഫോറിൻ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, സർക്കാർ ചെലവില്. കൂടെ ഇവരെ കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. ഹണിമൂൺ അവിടെ വെച്ചായിക്കോട്ടെ, എന്താ? സ്പ്ലെൻഡിഡ് ഐഡിയ. ഓരോരുത്തരുടെ സമയം. മോള് ചെല്ല്, ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. മിസ് മേനോൻ, പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ധൃതിയായി. എന്താ മോളെ? ഞങ്ങളടി. എക്സാം എങ്ങനെ? നന്നായിട്ട് എഴുതിയോ? എന്റെ മനസ്സ് മുഴുവൻ ഇവിടെയായിരുന്നു. പിന്നെ എന്തെഴുതാൻ? 2 മണിക്കൂർ സമയം വെറുതെ ഇരിക്കാതെ എന്തൊക്കെയോ എഴുതി. എന്താ മായ? ഒരുവിധം എഴുതി സാർ. സുധാ, നീ എന്തിനിവിടെ വന്നു? നീ എഴുന്നേ, കിടക്കട. അത് സുധയൊന്നുമല്ല, മായ. മായയും സുധയല്ല ഒന്ന് തന്നെയാണ്, ഒരേ വർഗം. വൈശാഖം, എല്ലാവരും മായ കരയുകയാണ്. ഇല്ല, ഞാൻ പോട്ടെ സാർ. മായ ഒന്നും വിചാരിക്കരുത്, അവന് ശരിക്കും ബോധം തെളിഞ്ഞിട്ടില്ല. മോളെ, ഇനി വന്നേ. കണ്ടോ മോളെ, CR കൊടുത്തയച്ചതാ നിന്റെ സെലക്ഷന് വേണ്ടി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നോക്കുന്നില്ലേ? ഞാൻ പിന്നെ നോക്കിക്കോളാം. ഇവൾക്കിത് എന്തു പറ്റി? ഇഷ്ടമില്ലെങ്കിലും ഞാൻ വരും. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. മായ എനിക്ക് വേണ്ടി ബ്ലഡ് കൊടുത്തു അല്ലേ? ബ്ലഡ് എടുക്കുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു പേഷ്യന്റ് എന്റെ ആരാണെന്ന്. ഞാൻ എന്ത് പറയും? എന്റെ എല്ലാമാണെന്ന് പറഞ്ഞു.
ഇന്നെന്റെ എക്സാം ലാസ്റ്റ് ഡേ ആണ്. ഇതുവരെ എങ്ങനെ എഴുതിയെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്നെ അനുഗ്രഹിച്ചയക്കണം. അതുകൊണ്ടെങ്കിലും ഞാൻ വരട്ടെ. വൈകിട്ട് വരാം. വരണ്ട. വരും, ഞാൻ വരും. എന്ത് പറഞ്ഞാലും ഞാൻ വരും. നാശം എന്നെ വീണ്ടും കുടിപ്പിച്ചിറങ്ങും. ഡാഡി, MA വൈശാഖൻ. LIC പറഞ്ഞു. സിംഹം. നല്ല പേര്. ഡേറ്റ് ഓഫ് ബർത്ത് 28/4/1952. സാധ്യമല്ല. ഇനി ചോദ്യം ഉത്തരം ഒന്നുമില്ല. CRന് വാക്ക് കൊടുത്തത് ഞാനാ. നീ നിന്റെ വിവാഹം കഴിയുന്നവരെ ഈ വീട് വിട്ട് പുറത്തു പോകുന്ന എനിക്കൊന്ന് കാണണം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മിസ്റ്റർ വേണു, ഒരു കാര്യം ഞാൻ പറയാം. ഇനി വൈശാഖൻ ജീവിതത്തിൽ ഒരിക്കലും കുടിക്കരുത്, കുടിക്കാൻ ഇടവരരുത്. ഡോക്ടർ, അതിനിപ്പോ ഐ മീൻ ഇറ്റ്. കഴിഞ്ഞ 5 വർഷമായി അയാൾ കുടിച്ച് സ്വയം നശിക്കുകയായിരുന്നു. പക്ഷേ അയാൾ ഒരു ആൾക്കാഴ്ചയല്ല. ഡയഗ്നോസിസിൽ നിന്നും എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇസ് ഹി മാരീഡ്? അതൊന്ന് ശ്രമിച്ചുകൂടെ? ഒരുപക്ഷെ ഒരു പുതിയ ജീവിതം അയാളെ ആകെ മാറ്റിന്നിരിക്കും. ഞാൻ ശ്രമിച്ചു നോക്കാം. പ്ലീസ് ട്രൈ. ആ, നീയായിരുന്നു. ഞാൻ വിചാരിച്ചു. എന്താ നീ ആരെ വിചാരിച്ചത്? ഒന്നുമില്ല. മായയാണോ? നിനക്ക് അവളിവിടെ വരുന്നത് ഇഷ്ടമല്ലല്ലോ. ആ, ഡോക്ടർ പറഞ്ഞു 2 ദിവസം കൂടി കഴിഞ്ഞാൽ പോകാമെന്ന്. ആ, പിന്നെ ഒരു കാര്യം, ഇനി മരുന്നിനായിട്ട് പോലും നീ മദ്യത്തെ പറ്റി ചിന്തിച്ചു പോകരുത്. ആ, ഞാനൊന്ന് കോളേജ് വരെ പോയിട്ട് വരാം. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണം. സമയത്തിന് ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാ ഫോൺ ചെയ്യുന്നത്. അതെ, എല്ലാം പെട്ടെന്നാ തീരുമാനിച്ചതേ. നേരത്തെ എത്തിയേക്കണം. ആ, അപ്പൊ പറഞ്ഞ പോലെ വെക്കട്ടെ. താങ്ക് യു. എടാ ഹരി, ഇനിയിപ്പോ ഇൻവിറ്റേഷൻ പോസ്റ്റിൽ അയച്ചിട്ട് കാര്യമൊന്നുമില്ല. പോസ്റ്റിൽ എനക്കറിയാവല്ലോ. നേരിട്ട് എത്തിക്കാന്നിടത്തൊക്കെ നീ എത്തിക്കുക. ഫോണിൽ കൂടെ വിളിച്ച് പറയാവുന്നതോടെ ഞാൻ പറഞ്ഞോളാം. ഹലോ, മായയോ? അവളിവിടെ ഇല്ല. മനസ്സിലായി മനസ്സിലായി. ഹരി, അവളെ ആര് വിളിച്ചാലും കണക്ഷൻ കൊടുക്കണ്ട. അവൾ ഇവിടുന്ന് ആർക്കും ഫോൺ ചെയ്യാൻ വേണ്ട. യെസ് ഡാഡി. മോഹനും മായയുമായിട്ടുള്ള വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നതല്ലേ? ഒരുപക്ഷെ മായയുടെ സമ്മതത്തോടു കൂടിയാണ് ഇപ്പോൾ. ഇല്ല, ഒരിക്കലും ഇല്ല. മായ സമ്മതിക്കില്ല. മായയുടെ മനസ്സ് എനിക്ക് നന്നായി അറിയാം. മോഹനുമായിട്ടുള്ള വിവാഹത്തിന് ഒരിക്കലും അവൾ സമ്മതിക്കില്ല. ലതികയ്ക്ക് മായ നേരിട്ടൊന്ന് കണ്ടുകൂടെ? സാർ എന്തായി പറയുന്നത്?
ഫോണിൽ കൂടി സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, പിന്നെയല്ലേ നേരിട്ട്. സാർ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ നോക്കും? എനിക്കറിഞ്ഞൂടാ. ഇനി സമയം അധികമില്ല. മായ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മായയുടെ വീടല്ലേ ഇത്? ഞാൻ മായയുടെ ലെക്ചററാ. കല്യാണത്തിന് ഞാനിവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് നേരത്തെ കാണാമെന്ന് കരുതി വന്നതാ. മായ ഇവിടെ ഇല്ലേ? എവിടെ? മോളുണ്ട്. താങ്ക്സ്. ഇഷ്ടമില്ലെങ്കിൽ കൂടി ഒരു നുണ പറയേണ്ടി വന്നു. ഇതിലൊന്നുമില്ല. മായയെ കാണാൻ വേണ്ടി വേണൂട്ടം പറഞ്ഞു ഒരു ഐഡിയ. അതുകൊണ്ട് മായയുടെ ബ്രദറിന് സംശയമൊന്നും ഉണ്ടായില്ല. സിംഹമയം തന്നെ. എന്നിട്ടെന്താ സിംഹത്തെ വേണ്ടെന്ന് വെച്ചത്? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ ഈ വാതിലും നടച്ചോട്ടെ. ലതിക പറഞ്ഞപ്പോഴാ പ്രശ്നത്തിന്റെ ഗൗരവത്തെപ്പറ്റി അറിഞ്ഞത്. മായ എന്തുകൊണ്ട്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഈ വീട്ടിലൊരു തടവുകാരിയാണ്. ഈ വീട്ടിലല്ലാത്ത ഒരാളെ കണ്ടിട്ട് 3-4 ദിവസം കഴിഞ്ഞു. ഞാൻ എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞാൽ ആ നിമിഷം ഡാഡി എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതിന് ഞാൻ തയ്യാറാണ്. പക്ഷേ വൈശാഖൻ സാറിൽ നിന്നും അനുകൂലമായ ഒരു വാക്കെങ്കിലും. സ്നേഹപൂർവ്വം എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. സാറിനെ കുറിച്ച് മായയ്ക്ക് പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഏറ്റവും നല്ല മനസ്സുമായാണ് ഞാൻ സാറിനെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിന്റെ വിശ്വാസത്തിൽ, ആ വിശ്വാസം നൽകിയ പ്രത്യാശയിൽ ഞാൻ ഇപ്പോഴും കഴിയുന്നു. മായ ഈ വിവരം സാറിനോട് പറഞ്ഞിട്ടില്ല. എത്ര പ്രാവശ്യം ഞാൻ എന്റെ മനസ്സ് തുറന്നു കാണിച്ചു. എന്നിട്ടും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ രാവിലെ രാജരാജേശ്വരി കല്യാണ മണ്ഡപത്തിൽ മറക്കരുത്. തീർച്ചയായിട്ടും വരണം. ഒന്നുമില്ല. ഓക്കെ. കുഞ്ഞ ചായ. പറവമ്മേ, ആ സ്ത്രീ പോയോ? പോകുന്നത് ഞാൻ കണ്ടില്ല. ഇവരെവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചാ? എത്ര സമയമായി? ഇനിയും പോയില്ലേ? ഹലോ. ആ ഒന്ന് ചിരിച്ചു കുട്ടി, കാണട്ടെ. ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. മായയുടെ നല്ല മനസ്സിനെ വേദനിപ്പിക്കാൻ ഈശ്വരൻ അനുവദിക്കില്ല. ഞാൻ വരട്ടെ. ഞാൻ പോകുന്നു. കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല. എന്റെ അഡ്വാൻസ് ബ്ലെസ്സിങ്സ്. വേണു വന്നില്ലേ? കോളേജിൽ പോയിട്ട് വന്നില്ല. ഇപ്പൊ വരും. നാളെ മായയുടെ വിവാഹമാണ്. അവൾ ഇഷ്ടപ്പെടാത്ത ഒരു ചെറുപ്പക്കാരനുമായി. ഞാനിപ്പോ മായയെ കണ്ടിട്ടാണ് വരുന്നത്. സാറിന് തരാൻ വേണ്ടി എന്നൊരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്.
ക്ഷണക്കത്തല്ല. ഈ കത്ത് വായിച്ചു നോക്കാനുള്ള സന്മനസ്സെങ്കിലും സാർ കാണിക്കണം. നാളെ എന്റെ വിവാഹമാണ്. രാവിലെ 10:30 മുഹൂർത്തം. ആ വിവാഹം എനിക്കിഷ്ടമല്ല. സാറ് വിചാരിച്ച എന്നെ രക്ഷിക്കാൻ കഴിയും. എന്താ റെഡിയായില്ലേ? ഒന്ന് വേഗം വേണം കേട്ടോ. അവസാന നിമിഷം വരെ കാത്തിരിക്കണം. പ്രത്യാശ കൈവെടിയരുത്. വരും, സമയായി. ഒരു മിനിറ്റ്, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ നടന്നോളൂ.